ഫ്യൂസ് ഊരരുത്, ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ്. KSEB ജീവനക്കാരുടെ കണ്ണ് നനയിച്ച് കുട്ടികളുടെ കുറിപ്പ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാത്തതിനെ തുടർന്ന് ഫ്യൂസ് ഊരാൻ വന്ന KSEB ജീവനക്കാരുടെ കണ്ണ് നനയിച്ച് കുട്ടികളുടെ കുറിപ്പ്. സാർ, ഫ്യൂസ് ഊരരുത്, പൈസ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞങ്ങൾ സ്കൂളിൽ പോവുകയാണ് എന്നായിരുന്നു കുറിപ്പിൽ എഴുതിയിരുന്നത്. 7ാം ക്ലാസ്സിലും +1ലും പഠിക്കുന്ന പെൺകുട്ടികളാണ് സ്കൂളിൽ പോകുന്നതിന് മുൻപ് അപേക്ഷ എഴുതി മീറ്ററിന് സമീപം ഒട്ടിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന കുടുംബമായിരുന്നുവെന്നും അതിനാൽ തന്നെ മിക്കവാറും മാസങ്ങളിൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന വീടാണിതെന്നും കോഴഞ്ചേരി സെക്ഷനിലെ ഉദ്യോഗസ്ഥർ പറയുന്നു. കുറിപ്പിൽ കണ്ട നമ്പറിൽ വിളിച്ചപ്പോൾ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് മക്കൾ എഴുതിയതാണെന്നും അവിടെ വെച്ചിരിക്കുന്ന പണം എടുത്തോളാനും ഗൃഹനാഥൻ പറഞ്ഞു. 461 രൂപയായിരുന്നു കുടിശ്ശികയെന്ന് KSEB ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തികച്ചും ദരിദ്രമായ സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് ഈ അച്ഛനും മക്കളും കഴിയുന്നത്. വീട്ടിൽ കതകിന് പകരം തുണിയാണ് മറയായി ഉപയോഗിക്കുന്നത്. തയ്യൽക്കട ജീവനക്കാരനായ ഗൃഹനാഥനും മക്കളുമാണ് ആ വീട്ടിലുള്ളത്. അവരുടെ അമ്മയെ 3 വർഷം മുൻപ് കാണാതായതാണ്. തയ്യൽക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. ഇതിൽ നിന്നാണ് മക്കളുടെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടിയാണ് ഈ പിതാവും മക്കളും പല ദിവസങ്ങളും തള്ളി നീക്കുന്നത്. ബില്ലടയ്ക്കാത്തതിനെ തുടർന്ന് പല മാസങ്ങളിലും സ്കൂളിൽ നിന്ന് തിരിച്ചെത്തുമ്പോൾ ഫ്യൂസ് ഊരിയതിനാൽ കുട്ടികൾക്ക് ഇരുട്ടത്ത് കഴിയേണ്ടി വന്നിട്ടുണ്ട്. അതിനാലാണ് അപേക്ഷ എഴുതിയതെന്നാണ് കുട്ടികൾ പറയുന്നത്. ഏറെ വേദനയോടെയാണ് ഈ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിക്കാറുള്ളതെന്ന് KSEB ജീവനക്കാരും വ്യക്തമാക്കുന്നു.